താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും രോഗികൾക്ക് കേടായ മരുന്ന് ലഭിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ജൂലൈ 29-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശം. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ബെൻസനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, എന്തായാലും ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇക്കാര്യത്തിൽ എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നടപടി? സ്വാതി, ഈ മാസം ജൂലൈ 10, 11 തീയതികളിലായാണ് പൂനൂർ സ്വദേശിയായിട്ടുള്ള പ്രഭാകരനും മകനും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാർത്ഥം എത്തുകയും അവിടെ നിന്ന് ലഭിച്ച മരുന്നുകൾ, ഗുളികകൾ അവ വീട്ടിലെത്തി ഉപയോഗിക്കുന്നതിനായി തുറന്നു നോക്കുമ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലയിൽ, ഉപയോഗശൂന്യമായ നിലയിൽ കേടായ അവസ്ഥയിൽ ഉണ്ടായിരുന്നത്. അത് ആശുപത്രി അധികൃതരെ അറിയിക്കുകയും എന്നാൽ ആശുപത്രി അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അവർ പരാതിയുമായി മുൻപോട്ട് പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് വാർത്തയാക്കുകയും തുടർന്നിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് വിശദമായ കാര്യങ്ങൾ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജൂലൈ 29-ാം തീയതി കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കുകയും ചെയ്യും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലൊരു പരാതി തങ്ങൾക്ക് ആരുടെയും ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നൊരു നിസ്സംഗ മറുപടിയായിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തതിനാൽ തന്നെ ഇതൊരു ബാച്ചിലെ മരുന്നുകൾ മുഴുവനായും നശിച്ചതാണോ, അത് മറ്റേതെങ്കിലും അവസ്ഥയിൽ നശിച്ചതാണോ എന്നതടക്കമുള്ള പരിശോധന ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ആ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് നൽകുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാതി. ശരി ബെൻസൺ, താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും രോഗികൾക്ക് കേടായ മരുന്ന് ലഭിച്ച സംഭവത്തിലാണിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്.